ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച കുമ്മനം രാജശേഖരൻ ഇന്ന് തലസ്ഥാനത്ത് എത്തും. ഡൽഹിയിൽ നിന്ന് രാവിലെ 8:40-നെത്തുന്ന കുമ്മനത്തിന് വിമാനത്താവളത്തിൽ ഗംഭീര വരവേൽപ്പാണ് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം പൗരാവലിയുടെ പേരിലാണ് ബി.ജെ.പി. ഇത്തരത്തിലൊരു ഗംഭീര സ്വീകരണം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബി.ജെ.പി. സംഘപരിവാർ നേതാക്കൾക്ക് പുറമെ തലസ്ഥാനത്തെ പൗരപ്രമുഖരെയും സ്വീകരണത്തിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെയാകും അദ്ദേഹത്തെ നഗരത്തിലേക്ക് ആനയിക്കുക. പഴവങ്ങാടി ക്ഷേത്ര ദർശനത്തിന് ശേഷം കുമ്മനം ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തും. മിസോറാം ഗവർണർ പദവി കഴിഞ്ഞ ദിവസം രാജിവെച്ച കുമ്മനം തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നതിന് മുന്നോടിയായി ഇന്നലെ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് കുമ്മനം രാജശേഖരന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകളും നേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്ക് കേരളത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നും ബി.ജെ.പിയുടെ വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ വിജയത്തിന് സഹായിക്കുമെന്നും കുമ്മനം നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അടുത്ത ഘട്ടത്തിൽ കേരളത്തിൽ വീണ്ടും എത്തുമെന്ന് കുമ്മനത്തെ പ്രധാനമന്ത്രി അറിയിച്ചു. പേട്ട ജനറൽ ആശുപത്രി, LMS, പാളയം സ്റ്റാച്യു വഴി പഴവങ്ങാടി ഗണപതി കോവിലിനടുത്താകും കുമ്മനവുമായി എത്തുന്ന ബൈക്ക് റാലി സമാപിക്കുക. കോവിലിൽ ദർശനത്തിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തും. RSSന്റെയും ബി.ജെ.പിയുടെയും തുടർച്ചയായ ആവശ്യം അംഗീകരിച്ചാണ് കുമ്മനത്തെ മടക്കി അയക്കാൻ ദേശീയ നേതൃത്വം നിർബന്ധിതരായത്. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുക, എൻ.ഡി.എയുടെ കൺവീനറാവുക തുടങ്ങിയവയാണ് RSS മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. രണ്ടിലും തീരുമാനം വരാനിരിക്കുന്നതേയുള്ളൂ. അതേസമയം കുമ്മനം തിരുവനന്തപുരത്ത് തന്നെ മത്സരിക്കും എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടുണ്ട്. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലേക്കുള്ള എൻ.ഡി.എ സ്ഥാനാർത്ഥികളെ ബി.ജെ.പി. അഖിലേന്ത്യാ നേതൃത്വം ഉടൻ പ്രഖ്യാപിക്കും. മൂന്നാം ഘട്ടത്തിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്നതിനാൽ ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. എങ്കിലും കേരളത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് കളത്തിൽ ഇറക്കിയ സാഹചര്യത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതേസമയം ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങിയ തിരുവനന്തപുരത്ത് വിശ്വാസികൾക്കിടയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രചരണങ്ങൾക്കാണ് സ്ഥാനാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രചരണ രംഗത്ത് സജീവമായതോടെ ക്ഷേത്ര ദർശനങ്ങളുടെ തിരക്കിലാണ് ഇടത് സ്ഥാനാർത്ഥി സി ദിവാകരൻ. ഉത്സവകാലത്ത് ക്ഷേത്രങ്ങളിൽ തൊഴുതും പ്രസാദം വാങ്ങിയും ഭക്തരുടെ വോട്ടുറപ്പിച്ചുമാണ് ദിവാകരൻ മുന്നേറുന്നത്. അതേസമയം ഔദ്യോഗിക പ്രഖ്യാപനമായില്ല എങ്കിലും മണ്ഡലത്തിൽ 3ാം അംഗം ഉറപ്പിച്ചു കഴിഞ്ഞ ശശി തരൂരും വിശ്വാസം വിട്ടൊരു കളിക്കില്ല. വിശ്വാസ സംരക്ഷണത്തിനൊപ്പം എപ്പോഴും കോൺഗ്രസ് ആയിരുന്നു എന്നാണ് ശശി തരൂർ വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.